എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീറും ഒപ്പം ഇന്ത്യയുടെ ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറും ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീർ ആദ്യമായിട്ടാണ് ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ നിർണായക വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഗംഭീറും അതോടൊപ്പം തന്നെ അജിത് അഗാർക്കറും ഇന്ന് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം ജൂലൈ 27 മുതൽ ശ്രീലങ്കൻ പര്യടനം തുടങ്ങാൻ പോവുകയാണ്. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസ് തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് നിർണായക വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ മെയിൻ ഫോക്കസായിട്ട് അല്ലെങ്കിൽ മെയിൻ കീ പോയിൻ്റായിട്ട് ഗംഭീറും അജിത് അഗാർക്കർ ഒരുപോലെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും ആ ഒരു ഭാവിയെ കുറിച്ചിട്ടുള്ളത്. 2027 ഏകദിന വേൾഡ് കപ്പ് വരെ ഇരു താരങ്ങളും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനം ഗംഭീർ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചത് ഒരു പക്ഷേ അടുത്തൊരു വേൾഡ് കപ്പോട് കൂടി ഇരു താരങ്ങളും ഇന്ത്യൻ ഏകദിനത്തിൽ നിന്ന് T20യിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ അടുത്തൊരു വേൾഡ് കപ്പ് കൂടി അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി കഴിയുന്നതോട് കൂടി തന്നെ രണ്ട് താരങ്ങളും ഏകദിനത്തിൽ നിന്നും കൂടി റിട്ടയർ ചെയ്യുമെന്നാണ്. എന്നാൽ ഗംഭീർ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത് തന്നെയാണ് രോഹിത്തും വിരാട് കോഹ്ലിയും 2027 ഏകദിന വേൾഡ് കപ്പ് വരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളിക്കും. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് T20യിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി തുടരും. നമുക്കറിയാം നേരത്തെ ഹാർദിക് പാണ്ഡ്യയെ പിന്തള്ളി സൂര്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാത്ത ഗംഭീർ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ തഴഞ്ഞത്? നമുക്കറിയാം മെയിനായിട്ടും ഒരു പരിക്കുകളുടെ പിടിയിൽ നിൽക്കുന്നൊരു താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ. കഴിഞ്ഞ IPLന് ശേഷം കഴിഞ്ഞ IPLന് മുൻപും പരിക്കിൽ നിന്ന് മുക്തനായി ജസ്റ്റ് വന്ന താരമായിരുന്നു പാണ്ഡ്യ. സോ അങ്ങനെ ഒരു താരത്തിന് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി നൽകുകയാണെങ്കിൽ നിരന്തരം വരുന്ന T20 മത്സരങ്ങൾക്കുള്ള ആ ഒരു ക്യാപ്റ്റൻസി നൽകുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ തന്നെ ബാധിച്ചേക്കാം. സോ അതിനാൽ തന്നെ പരിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്നും ഒഴിവാക്കി പകരം സൂര്യയ്ക്ക് ക്യാപ്റ്റൻസി നൽകിയത്. അത് വളരെ വിശദമായി തന്നെ ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആ ഒരു കൺഫ്യൂഷന് കൂടി ഇപ്പോൾ അടിവര ഇട്ടിട്ടുണ്ട്. പിന്നൊന്ന് രവീന്ദ്ര ജഡേജയുടെ കാര്യമാണ്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജ ഇനി ഒരു പക്ഷേ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങളിലേക്ക് പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് രവീന്ദ്ര ജഡേജ നോട്ട് ഡ്രോപ്പ്ഡ് ഫ്രം ODI. ഏകദിനത്തിലും ജഡേജ ഇന്ത്യക്ക് വേണ്ടി കളിക്കും. കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് ശേഷം രോഹിത്തിനും കോഹ്ലിക്കുമൊപ്പം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് ജഡേജ ഇനിയൊരു ഏകദിന മത്സരത്തിൽ കളിക്കില്ല എന്ന അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് ജഡേജ ഇനിയും ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്നാണ് ഇപ്പോൾ ഗംഭീർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ശുഭ്മാൻ ഗിൽ നമുക്കറിയാം 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി ഒരു കീ പ്ലെയറായി ഗില്ല് തുടരും. നേരത്തെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് സൂര്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനായി ഗില്ലിനെ കൊണ്ടുവന്നതും. ഇനിയുള്ളത് പ്രധാനപ്പെട്ട താരം നമ്മുടെ T20 വേൾഡ് കപ്പിലൊക്കെ നമ്മൾ ഒരുപാട് കപ്പടിച്ചെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരുപോലെ മിസ് ചെയ്തൊരു താരം തന്നെയായിരുന്നു മുഹമ്മദ് ഷമി. കഴിഞ്ഞ IPLലും പരിക്ക് മൂലം താരത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. സോ മുഹമ്മദ് ഷമി ഇപ്പോൾ എന്ന് തിരിച്ചു വരുമെന്നതിനെക്കുറിച്ചും ഗംഭീറും അഗാർക്കറും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെ അതായത് ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര 3 ഏകദിനങ്ങളും 3 T20 മത്സരങ്ങളും കഴിഞ്ഞ് ഇന്ത്യ നേരെ പോകുന്നത് ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പര അടക്കമുള്ളൊരു വമ്പൻ സീരീസിനാണ്. സോ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള പരമ്പരയിലൂടെ മുഹമ്മദ് ഷമി വീണ്ടും ഇന്ത്യൻ കളേഴ്സിൽ തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ പ്രസ് കോൺഫറൻസിലൂടെ ഇന്ത്യയുടെ ചീഫ് സെലക്ടറും അതോടൊപ്പം ഇന്ത്യയുടെ ഹെഡ് കോച്ചും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഗംഭീറും അഗാർക്കറും ചേർന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിലെ കീ പോയിന്റ്സ്. രോഹിത്തും വിരാട് കോഹ്ലിയും 2027 ഏകദിന വേൾഡ് കപ്പ് വരെ തുടരും. സൂര്യകുമാർ യാദവ് T20 ക്യാപ്റ്റനായി തുടരും. അതേപോലെ രവീന്ദ്ര ജഡേജ ഏകദിനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തില്ല. നേരത്തെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് കൺസേൺ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത്. ശുഭ്മാൻ ഗില്ല് 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ കീ പ്ലെയറായി തുടരും. മുഹമ്മദ് ഷമി ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആ ഒരു സീരീസിലൂടെ തിരികെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് എത്തും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.